കുറച്ച് കാലങ്ങൾക്ക് മുന്നേ അല്ല നമ്മൾ ഓരോ പ്രൊജക്റ്റ് ചെയ്യാനുള്ള കോഡും കാര്യങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആ കോഡ് കിട്ടുന്നു. നമ്മൾ എത്ര പെട്ടെന്നാണ് വളർന്നത്. ഹലോ ഗായ്സ്, എല്ലാവർക്കും യൂടെക്കിന്റെ പുതിയ വീഡിയോയോട് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 60 ദിവസത്തിന് ശേഷം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു വെറൈറ്റി കാണാനാണ്. വെറൈറ്റി എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു കാലത്തായിട്ട് ട്രെൻഡായ സംഭവം നമ്മൾ Chatgpt എന്നുള്ളത്, അതായത് സംസാരിച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ പോലെ തന്നെ നമുക്ക് റിപ്ലൈ കാണാൻ തരുന്ന Chatgpt നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ആ Chatgpt യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ പോകണം. പ്രൊജക്റ്റ് എന്താ വെച്ചാൽ നമുക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. നമ്മൾ ജസ്റ്റ് ചെറിയ പ്രൊജക്റ്റ് ചെയ്യണം. നമുക്ക് ഇതിനെക്കുറിച്ച് എവിടുന്ന കോഡ് എഴുതേണ്ടി, പിന്നെ അതേപോലെ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യേണ്ടി ഒന്നും അറിയില്ല. നമ്മൾ ജസ്റ്റ് Chatgpt ചോദിക്കണം, എനിക്ക് ഇന്ന പ്രൊജക്റ്റ് ചെയ്യണം, അപ്പോൾ അതിനുള്ള കോഡ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കോഡൊക്കെ യൂസ് ചെയ്ത് ചെറിയ പ്രൊജക്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വീഡിയോട്ട് പോകും. വീഡിയോക്ക് മുന്നേ നമ്മൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ അപ്പുറത്തായിട്ട് കുഞ്ഞൊരു ബെല്ലേക്കും കാണും. ആ ബെല്ലേക്കിന് ഓൾ എന്തെങ്കിലും ഉണ്ട് കേട്ടോ. എന്നാൽ മാത്രം നമ്മൾ ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇടുന്ന വീഡിയോസ് പറഞ്ഞാൽ എപ്പോഴേക്കേ വരുള്ളൂ, അല്ല വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് Chatgpt യൂസ് ചെയ്യുന്നുണ്ട് പ്രൊജക്റ്റ് ചെയ്യാനും വേണ്ടിക്കാണ്ട്. ഞാൻ ആദ്യം മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോണിന് എടുക്കണമെന്നില്ല, കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ എടുക്കാം, ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുക്കാം, എന്തും എടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ടോ. നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്യാതെ വെബ്സൈറ്റ് ഒന്ന് ലോഗിൻ ചെയ്യണം. അത് ലോഗിൻ ചെയ്താൽ മാത്രമേ നമുക്ക് Chatgpt യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർഡിനോക്ക് പ്രോഗ്രാം ചെയ്യാനും വേണ്ടിയാണ്ട് നിങ്ങൾക്ക് ആർഡിനോ ഡ്രോയിഡ്, മൊബൈൽ ഫോണിലാണെങ്കിൽ ആർഡിനോ ഡ്രോയിഡ്, പിന്നെ ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആർഡിനോ IDE ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആർഡിനോ ഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെ വർക്കിംഗ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ Chatgpt നമുക്ക് ആവശ്യമുള്ള കോഡ് കാര്യങ്ങൾ ചോദിക്കും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചെറിയ കോഡ് നമ്മൾ ചോദിക്കും. അപ്പോൾ ആ കോഡ് നമുക്ക് Chatgpt ഉണ്ടാക്കി തരും കേട്ടോ. നമ്മൾ ആ കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്തുകൊണ്ട് സിസ്റ്റത്തിലാണ് ഈ ആർഡിനോ IDE നമ്മൾ പേസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആർഡിനോ ഡ്രോയിഡ്, അത് മൊബൈൽ ഫോണിലാണെങ്കിൽ ആർഡിനോ ഡ്രോയിഡിൽ നമ്മൾ പേസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ കോഡ് കിട്ടും. എന്നിട്ട് നമ്മൾ നേരെ ആർഡിനോട്ട് ആ കോഡ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് ഇത് പറഞ്ഞാൽ അപ്പോൾ അതിന് നമുക്ക് ഓരോ ചെറിയ പ്രൊജക്റ്റ് ചെയ്ത് നോക്കട്ടോ. ഞാൻ വലിയ രീതിയിലൊന്നും ഉണ്ടാക്കുന്നില്ല, എന്തായാലും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ Chatgpt ചോദിച്ചാൽ പ്രൊജക്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് എന്താ വെച്ചാൽ ചെറിയ പ്രൊജക്റ്റ് ആട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ LED ബൾബ് ഉണ്ടല്ലോ, സിമ്പിളായിട്ട് നമ്മുടെ റോബോട്ടിക്സ് ഒക്കെ പഠിക്കുന്നവർ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന പ്രൊജക്റ്റ് ആയിരിക്കും. നമ്മുടെ LED ബൾബ് ബ്ലിങ്ക് എന്ന ചെറിയൊരു പ്രോഗ്രാം നമുക്ക് Chatgpt ചോദിച്ചു നോക്കാം, ഉണ്ടാക്കി തരും. നമ്മൾ അതേപോലെ തന്നെ കണക്ഷനും കാര്യങ്ങൾ ആർഡിനോ ബോർഡോട് ചെയ്യും കേട്ടോ. വളരെ സിമ്പിളാണ്. ഒരു ആർഡിനോ ബോർഡും ആർഡിനോ ഏതും എടുക്കാം. ഞാൻ ജസ്റ്റ് ആർഡിനോ യൂണിറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ അതേപോലെ LED ബൾബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം മാത്രം വെച്ചിട്ടാണ് നമുക്ക് ആദ്യം Chatgpt ചോദിച്ചു നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ Chatgpt നമുക്ക് കോഡ് കാര്യങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് കോഡ് മാത്രമല്ല കേട്ടോ, നമുക്ക് നമ്മുടെ ആർഡിനോ ബോർഡിലോട്ട് ഏത് പിന്നിലോട്ടാണ് നമ്മുടെ LED ലെഗുകളൊക്കെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പിൻ നമ്പർ 13 പറഞ്ഞിട്ടുള്ളത്. പിൻ നമ്പർ 13 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ LED ബൾബ് ഇതാകുന്നുണ്ടാവും. അപ്പോൾ 13 ഒന്നും പിന്നെ അതേപോലെ ഗ്രൗണ്ടിൽ ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ LED ബൾബ് ബ്ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, സംഭവം അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇന്ന് ഈ കോഡ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് ഈ കോഡ് വർക്ക് ആവുണ്ടോ നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ കോഡ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇവിടെ നേരെ വന്നുകൊണ്ട് നമ്മൾ ആർഡിനോ ഡ്രോയിഡിലോട്ട് പേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമുക്ക് ജസ്റ്റ് കമ്പൈൽ ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കമ്പൈൽ ചെയ്യാം. പിന്നെ നിങ്ങൾ എന്തായാലും ഇതിലോട്ടായിട്ട് ബോർഡ് ടൈപ്പ് സെറ്റായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് കമ്പൈൽ ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്തായാലും അപ്പോൾ അത് കമ്പനി ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യണം. അതിന് മുന്നേ നമ്മൾ ഇതൊന്ന് കണക്ട് ചെയ്യാണ്ട് മൊബൈലിലോട്ടായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ OTG വഴി ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കണക്ട് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കത്തുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, പറ്റുന്നില്ലേ? അപ്പോൾ എന്തായാലും കണക്ട് ചെയ്തു. നമ്മൾ ഇതിലോട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കോഡ് ഇതിലോട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇതിൽ പറഞ്ഞ പോലെ തന്നെ പിൻ നമ്പർ 13 പിന്നെ അതേപോലെ ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്ത് LED ബൾബ് കത്തേണ്ടതാണ്. ജസ്റ്റ് നോക്കാം. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കോഡാട്ടോ. ജസ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് പഠിക്കുന്ന ഒരാൾ വളരെ സിമ്പിളായിട്ട് തുടങ്ങുന്ന ഈ കോഡൊക്കെ ചെയ്യേണ്ടതായിരിക്കും. കണ്ടോ, നമ്മളെ കോഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്ന എനിക്കറിയില്ല, ഇവിടെ ഫുള്ള് വലിച്ചാണ്. കോഡ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ Chatgpt എന്തായാലും സംഭവം അടിപൊളിയാട്ടോ. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെ കേട്ടോ. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ഹൈ ലെവലായിട്ട് നമ്മുടെ സർവോ മോട്ടർ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് പറ്റുന്നുണ്ട് ഉണ്ടോ. ഇനി ഗൈസ്, നമുക്ക് നമ്മൾ സർവോ മോട്ടറിലൊന്ന് പ്രോഗ്രാം ചെയ്യാം കേട്ടോ. അപ്പോൾ സർവോ മോട്ടർ ജസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സർവോ മോട്ടർ. എന്തായാലും നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു 4 സെക്കൻഡ് കഴിഞ്ഞ സമയത്ത് നമ്മൾ സർവോ മോട്ടർ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു കോഡ് നമുക്ക് Chatgpt കൊണ്ട് ഉണ്ടായിപ്പിക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 4 സെക്കൻഡ് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള 4 സെക്കൻഡ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് കറങ്ങും കേട്ടോ. അപ്പോൾ ആ രീതിയിലുള്ളൊരു കോഡ് നമുക്ക് Chatgpt ഉണ്ടാക്കി തരാൻ പറയാം. Chatgpt അയച്ചു കൊടുത്തിട്ടുണ്ട്.
ChatGPT ഉണ്ടാക്കി തരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാനുണ്ടോ എനിക്കറിയില്ല. ChatGPT ഉണ്ടാക്കി തരുന്നുണ്ട്. ഇപ്പോൾ കോഡ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. എന്തായാലും കോഡ് എഴുതുന്നുണ്ട്. സംഭവം വളരെ സിമ്പിളാട്ടോ. പണ്ട് കാലത്തൊക്കെ നമുക്ക് ഒരു കോഡ് എഴുതണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രോഗ്രാമിംഗ് ബേസിക് എന്തായാലും വേണ്ട, എന്നാൽ മാത്രമേ ഒരു കോഡൊക്കെ എഴുതാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഒരു സർവോ മോട്ടർ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പണ്ട് കാലത്തൊക്കെ നമ്മൾ പ്രോഗ്രാമൊക്കെ അറിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഒരുപാട് പഠിച്ച ശേഷം മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ChatGPT ഒക്കെ വന്നതോട് കൂടി ജസ്റ്റ് എനിക്ക് ഇന്ന രീതിയിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യണം ജസ്റ്റ് ChatGPT പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സെക്കൻഡുകൾ മതി. അപ്പോൾ നമ്മൾ ChatGPT ഉണ്ടാക്കി തന്നിട്ട് ഒരു കോഡ് സർവോ മോട്ടർ 9 കൊടുത്തിട്ടുള്ളത്. 9 എന്ന് പറഞ്ഞാൽ എന്തിനാ ഔട്ട് കിട്ടിയിട്ട് സർവോൻ്റെ ഔട്ട് 9 പിന്നിലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. Arduinoൻ്റെ 9th പിന്നിലോട്ട്. പിന്നെ VCC ഗ്രൗണ്ട്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് നേരിട്ട് കൊടുത്തതിന് സർവോ മോട്ടർ വർക്ക് ആവുന്നതാണ്. നമുക്ക് ചെയ്ത് നോക്കാം. അവർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടോ, ഇനി നമുക്ക് ഇത് കമ്പയർ ചെയ്ത് നോക്കാം. വല്ല എററോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം കേട്ടോ. അപ്പോൾ യാതൊരു ഇത് എററും ഇല്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് കാണാനുണ്ടാവും, ഒരു എററും ഇല്ല. എന്തായാലും നമുക്കിത് അപ്ലോഡ് ചെയ്യാം കേട്ടോ ആർഡിനോയിലോട്ട്. അപ്പോൾ ആർഡിനോയിലോട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ നമ്മുടെ സർവോ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു 4 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ സർവോ മോട്ടർ പിന്നി ഓൺ ആവും കേട്ടോ. ജസ്റ്റ് കാണിച്ചു തരാം. മതി. കണ്ടോ ഒരു 4 സെക്കൻഡ് ആകുമ്പോൾ സർവോ മോട്ടർ പിന്നി ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ChatGPT പ്രത്യേകത. നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടത് ആ രീതിയിലുള്ള കോഡ് കാര്യമൊക്കെ എഴുതി തരും. ഇപ്പോൾ 4 സെക്കൻഡ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആണെങ്കിൽ ഒരു 4 സെക്കൻഡ് ഇവിടെ നിന്ന് നിൽക്കും കേട്ടോ. അതിനുശേഷം 4 സെക്കൻഡ് കഴിയുമ്പോൾ പിന്നെ ഇവിടെ നിന്നാണ്ട് പിന്നെ അത് ഇതാ സ്ഥലത്ത് കണ്ട് പോകും. അങ്ങനെ ഉണ്ടാവുക. കണ്ടോ 4 സെക്കൻഡ് അനുസരിച്ച് ഇങ്ങനെ ഇത് ഈ കോഡ് വർക്ക് ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ChatGPT ഉണ്ടായി തന്നുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങളെ നമ്മുടെ ChatGPT യൂസ് ചെയ്താണ് ചെയ്ത പ്രൊജക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായുള്ള പ്രൊജക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഇത് ഒരു മറ്റൊരു രീതിയിൽ നോക്കുന്ന സമയത്തുണ്ട് നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈം എടുക്കും. പിന്നെ അപ്പോൾ നമ്മൾ ചെയ്ത കോഡ് തന്നെ ഒരുപാട് തെറ്റുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കമ്പനി ചെയ്യുന്ന സമയത്ത് ഫുൾ എറേഴ്സ് ആയിരിക്കും നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ കേട്ടോ. പക്ഷേ ഈ ChatGPT എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ ഒരു ഏകദേശം ഒരു 10-20 സെക്കൻഡിനുള്ളിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പിന്നെ ഏത് പിന്നിലാണ് കണക്ട് ചെയ്യേണ്ടത് ഒക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളി സംഭവം തന്നെയാണിത്. കാരണം ഇത്രയും ഒരു മനുഷ്യനെ കൊണ്ട് കഴിയാത്ത സംഭവമായി നമുക്ക് ചെയ്തു തന്നു കേട്ടോ. പിന്നെ ഇത് വെച്ചാൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് മാത്രമൊന്നുമല്ല, പല സംഭവങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവും. പല വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണാൻ സാധ്യതയില്ല. എന്തായാലും അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്ത് കേട്ടോ. പിന്നെ നമുക്ക് ഇത് വെച്ച് കാണും വെബ്സൈറ്റും പല സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വെബ്സൈറ്റൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. നമുക്ക് വെബ്സൈറ്റൊക്കെ ചെയ്ത് കേട്ടോ. നമുക്ക് HTML കോഡും CSS കോഡൊക്കെ നമുക്ക് ചെയ്ത് തരും. നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്താണ്ട് GS കോഡിലോ ഏതിലോ ഉപയോഗിക്കണം പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു ഇത് ഒക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ എന്തായാലും വളരെ അടിപൊളി സംഭവമാണ്. അപ്പോൾ നമുക്ക് ഈ ചെയ്ത പ്രൊജക്റ്റാണ് വളരെ സിമ്പിളായിട്ട് ഒരു പ്രോഗ്രാമിംഗ് വളരെ സിമ്പിളായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തുടങ്ങുന്ന സംഭവമാണ് ഈ ബ്ലിങ്ക് കോഡും പിന്നെ അതേപോലെ തന്നെ സർവോ മോട്ടർ കണക്ട് ചെയ്യണമൊക്കെ. അപ്പോൾ അതിൻ്റെ കോഡൊക്കെ നമ്മൾ ChatGPT ഉണ്ടാക്കി തന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ChatGPT വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കി തന്നു. നമുക്ക് എന്തായാലും ഈ പ്രൊജക്റ്റ് വലിയ പ്രൊജക്റ്റ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഒരു മൊബൈൽ കൺട്രോൾഡ് കാർ ഉണ്ടാക്കാനുള്ള കോഡ് അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി തരും. അപ്പോൾ എന്തായാലും അങ്ങനത്തെ കോഡൊക്കെ എന്തിനോട് ചോദിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ സംഭവം ചെയ്ത്. എന്തായാലും സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്ര നാൾ വീഡിയോ കാണുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഇതിൽ നല്ലൊരു വെറൈറ്റി വീഡിയോ നമുക്ക് വീണ്ടും കാണാതിലേക്കും. Goodbye.